നമസ്കാരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പുറത്തുവിടാത്ത ഭാഗങ്ങൾ പുറത്തുവിടണമെന്നും എന്തിനാണ് അവ ഒളിപ്പിച്ചു വയ്ക്കുന്നതെന്നും CPM നേതാവും കായംകുളം MLA-യുമായ യു പ്രതിഭ ചോദിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. വേട്ടക്കാരുടെ പേരുകൾ പുറത്തുവിടണം. ADGP അജിത് കുമാറിനെതിരെ PV അൻവർ നടത്തുന്ന പോരാട്ടത്തിൽ സത്യസന്ധത തോന്നുന്നുണ്ടെന്നും പ്രതിഭ പറയുകയുണ്ടായി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മസാല ചർച്ചയായി മാറ്റരുത്. നടിമാരുടെ ജോലിയാണ് അഭിനയം. ജോലി ചെയ്യാൻ പോകുന്നവരെ ചൂഷണം ചെയ്യാൻ പാടില്ല. അവർ ജോലി ചെയ്യുമ്പോൾ അവരുടെ വസ്ത്രമഴിക്കാനോ വാതിൽ മുട്ടാനോ പോകുന്നത് ശരിയല്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പുറത്തുവിടാത്ത ഭാഗങ്ങൾ എന്തിനാണ് പൂഴ്ത്തിവെക്കുന്നത്? ഒരു പാവപ്പെട്ടവൻ എന്തെങ്കിലും മോഷണം നടത്തിയാൽ അവൻ്റെ ഫുൾ സൈസ് ഫോട്ടോ കൊടുത്ത് നമ്മൾ ആഘോഷിക്കും. ഇവിടെയും അത് വേണം. ഇരകളുടെ പേര് മറച്ചു വെച്ച് വേട്ടക്കാരുടെ പേരുകൾ പുറത്തുവിടണം. ഇപ്പോൾ വെളിപ്പെടുത്തലുകളുമായി വരുന്നവരിൽ പലരും നമ്മൾ ഒരിക്കൽ പോലും കാണാത്തവരാണ്. ഇത്രയും ഗൗരവമുള്ള വിഷയം ചർച്ചയാകുമ്പോൾ മുൻനിര നടിമാർ എന്തുകൊണ്ട് വെളിപ്പെടുത്തലുകൾ നടത്തുന്നില്ല എന്നത് തന്നെ അത്ഭുതപ്പെടുത്തുകയാണ് എന്നാണ് പ്രതിഭ പറയുന്നത്. അവർക്ക് ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടില്ലേ? ഇത് കേവലം സിനിമാ വിഷയമല്ല, ഇതൊരു സാമൂഹിക വിഷയമാണ്. ഉദ്യോഗസ്ഥരും സിനിമാക്കാരും രാഷ്ട്രീയക്കാരും ചേർന്നുള്ള ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് ഒരിക്കലും ഉണ്ടാകരുതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് താനെന്ന് യു പ്രതിഭ പറയുന്നു. പോലീസുകാർക്കെതിരെ അൻവർ നടത്തിയ വെളിപ്പെടുത്തലുകളിൽ ഒരുപാട് സത്യസന്ധത തോന്നി. ആത്മാർത്ഥതയോടെയാണ് അൻവർ ആരോപണങ്ങൾ ഉന്നയിച്ചത്. അധികാരത്തിൻ്റെ ഇടനാഴികളിൽ എല്ലാ സ്വരവുമുള്ളവരുണ്ട്. അഴിമതിക്ക് കൂട്ടുനിൽക്കുന്ന ധാരാളം ഉദ്യോഗസ്ഥരുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ശേഷമുള്ള വെളിപ്പെടുത്തലിൻ്റെ ഭാഗമായി എല്ലാവരും മുകേഷിൻ്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തുകയാണ്. ചൂലും കോഴിയുമൊക്കെ ആയിട്ടാണ് മാർച്ച്. എന്തുകൊണ്ട് ADGP-യുടെ വീട്ടിലേക്ക് ആരും മാർച്ച് നടത്തുന്നില്ല? കോൺഗ്രസ് പറയുന്നത് മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാണ്. ADGP-ക്കെതിരായ ആരോപണങ്ങൾ മുഖ്യമന്ത്രിയിലേക്ക് എത്തിക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ചർച്ചകൾ മുകേഷിലേക്ക് എത്തിച്ചതുപോലെ ചർച്ചകൾ വഴിമാറ്റി വിടാനുള്ള ശ്രമമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നതെന്ന് പ്രതിഭ പറയുകയുണ്ടായി. കഴിഞ്ഞ ദിവസം പ്രതിഭ PV അൻവറിന് പിന്തുണയുമായി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെ ഇട്ടിരുന്നു. ഉദ്യോഗസ്ഥരുടെ അനധികൃത സ്വത്ത് സമ്പാദനം അന്വേഷിക്കണം. ഭയങ്കര സംഭവമാണെന്ന വിചാരം IPS-കാർക്കൊക്കെ ഉണ്ട്. ഉദ്യോഗസ്ഥ ദുഷ്ഭരണമല്ല നടക്കേണ്ടത്. ഇതൊരു ജനാധിപത്യ സംസ്ഥാനമാണ്. വേണ്ടതിൽ കൂടുതൽ സ്വത്ത് പല ഉദ്യോഗസ്ഥരും സമ്പാദിക്കുന്നുണ്ട്. അമിതമായ പണം ഇവർക്ക് എവിടെ നിന്നാണ് ലഭിക്കുന്നതെന്ന് കണ്ടെത്തണം. TO സൂരജിന് 5 ഫ്ലാറ്റായ ശേഷമാണ് നമ്മൾ അദ്ദേഹത്തെ പറ്റി അന്വേഷണം ആരംഭിച്ചത്. ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങൾക്കൊന്നും നല്ലൊരു അവസാനം ഉണ്ടാകുന്നില്ലെന്നാണ് പ്രതിഭ പറയുന്നത്. എന്തായാലും പ്രതിഭ ADGP അജിത് കുമാറിനും അതുപോലെ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന വേട്ടക്കാർക്കും എതിരായിട്ട് ശക്തമായിട്ട് നിലയുറപ്പിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ്.